ഗായ്സ്, നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബുക്കാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു അൺറൂൾഡ് നോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊരു ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റഡി പ്ലാനർ എന്ന് ഹെഡിങ് എഴുതി കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണമെന്നൊന്നുമില്ല, കുറച്ച് ആഡംബരമായിക്കോട്ടെ എന്ന് വെച്ചാൽ എഴുതുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അതായിരിക്കണമല്ലോ നിങ്ങളുടെ സ്റ്റഡി പ്ലാനർ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ, റെഫറൻസ് അങ്ങനെ മാത്രമാണ്. പിന്നെ ഞാൻ ഒരു 3 കോളം റോ ഉള്ള ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. അതിൽ സബ്ജക്റ്റ്, പോർഷൻസ്, പിന്നെ ലെവൽ. അതായത് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് എത്ര പോർഷൻസ് ടോട്ടലുണ്ട്, അത് നമുക്ക് പെട്ടെന്നൊന്ന് മറിച്ച് നോക്കുമ്പോൾ എത്ര നോക്കാൻ, അങ്ങനെ ഒരു ഇത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയും അതുപോലെ അതായത് ഒരു വീക്ക്ലി പ്ലാൻ, അതായത് ഈ ഒരാഴ്ച മാത്രമാണ് ഞാൻ വീക്ക്ലി പ്ലാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഡേയ്സ്, ടൈം, സബ്ജക്റ്റ്, പിന്നെ കുറച്ച് ചാപ്റ്ററും, പിന്നെ അത് PYQ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെ കുറച്ച് ഇതും. പിന്നെ 2-3 കോട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി സ്റ്റഡിയിങ്ങും, പിന്നെ വർക്ക് ഫോർ ഇറ്റ് ടേക്സ് ടൈം, നെവർ ഗിവ് അപ്പ്, യുവർ എഡ്യൂക്കേഷൻ ഈസ് യുവർ വെപ്പൺ കീ, അങ്ങനെല്ലാം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അടുത്ത പേജിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ സബ്ജക്റ്റിനായിട്ട് സബ്ജക്റ്റ് വൈസ് ചാപ്റ്റർ എഴുതി കൊടുക്കാനും അതിൻ്റെ ടിക്കിടാനും അങ്ങനെ കുറച്ച്, അത് ഞാൻ 3 മാത്രമേ ചെയ്തിട്ടുള്ളൂ, സയൻസിൻ്റെ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുണ്ടോ അതൊക്കെ ചെയ്യാവുന്നതാണ്. വെറുതെ ടൈം കൺസ്യൂം ആയതുകൊണ്ടാണ് ഞാൻ അത്ര ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ അതും കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ അലങ്കോല പണികളൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എങ്ങനത്തെ ഐഡിയാസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ അത് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.